وكفى بالخير وعوض عيش الهنا محلى ربي يعطينا خير العالي في تمام العالي في تمام والمشاير. കൂടുതൽ രസകരമായ കാര്യം നമുക്കുള്ളതുപോലെ തന്നെ അവർക്കുമുണ്ട് ഈ റോഡുകൾ റിപ്പയർ ചെയ്യാനും സംരക്ഷിക്കാനുമൊക്കെ ഒരു പ്രത്യേക വിഭാഗം എന്നുള്ളതാണ്. ഈ ഉറുമ്പുകൾ വഴിയിലെ തടസ്സങ്ങൾ നീക്കുകയാണ്. ഇവ മറ്റൊരു റോഡ് സംരക്ഷണ തൊഴിലാളിയാണ്. മനുഷ്യ സങ്കല്പങ്ങൾക്കും എത്രയോ അപ്പുറമാണ് ഉറുമ്പുകളിലെ പ്രത്യേകം വിഭാഗങ്ങളും അവയുടെ പ്രത്യേകതകളും. പരസ്പരം കോർത്തുപിടിച്ച് ഉറുമ്പുകൾ ഉണ്ടാക്കിയ ഒരു പാലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുറുമ്പുകൾ അവർക്ക് മീതെ കൂടി നടന്ന് വഴിയൊരുക്കുന്നു. ഇത് മഹത്തായ ത്യാഗത്തിന്റെയും സഹകരണ മനോഭാവത്തിന്റെയും തെളിവാണ്. ഏകദേശം 5 ലക്ഷത്തോളം ഉറുമ്പുകൾ ഒരൊറ്റ തലച്ചോറായി ഇവയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വലിയ മരത്തിന്റെ എല്ലാ ഇലകളും ഒരൊറ്റ ദിവസം കൊണ്ട് വെട്ടിയെടുക്കാൻ ഈ മഹാപ്രസ്ഥാനത്തിന് കഴിയും. ഉറുമ്പുകൾ എല്ലാത്തരം മരങ്ങളും പൂക്കളടക്കം മുറിക്കുന്നു. മനുഷ്യരുമായി ഉറുമ്പുകളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവർ മുറിച്ചിട്ട ഇലകളുടെ കട്ടിയും നീളവുമൊക്കെ കൂട്ടിയാൽ ഒരു വലിയ തായ്തടിയോട് തുല്യമാവും. നമ്മൾ മരം മുറിക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഉറുമ്പുകളോ? ഇതിനുള്ള ഉത്തരം മറ്റൊരു സൃഷ്ടി വിസ്മയം നമുക്ക് കാണിച്ചു തരുന്നു. അള്ളാഹുവിന്റെ മഹത്തായ മറ്റൊരു സൃഷ്ടി വൈഭവമാണ് ഉറുമ്പുകളിലെ ഈ കട്ടിംഗ് മെക്കാനിസം. ഇത് 2 വ്യത്യസ്ത ബ്ലേഡുകൾ അടങ്ങിയതാണ്. ഈ ബ്ലേഡുകൾക്ക് കൂടുതൽ മൂർച്ചയുള്ളതാക്കാൻ വേണ്ടി സിങ്ക് കൊണ്ട് കോട്ടിംഗ് കൊടുത്തിരിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഉറുമ്പുകളിലെ മുറിക്കൽ രീതി. ഉറുമ്പിന്റെ തലയ്ക്ക് താഴെയുള്ള ഒരു പ്രത്യേക അവയവം ആവേഗം കൂടുന്നതിനുള്ള ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇതിനെ ബ്ലേഡുകളായി ഇലകളിലേക്ക് എത്തിക്കുന്നു. അതുവഴി ഇലകൾ പെട്ടെന്ന് പൊട്ടി പരുവത്തിലാകുന്നു. അതുവഴി എളുപ്പം മുറിക്കാവുന്ന തരത്തിലുള്ള ഈ സംവിധാനം തികച്ചും നിർമ്മാണ കൗശലം നിറഞ്ഞ ഒരു ഘടനയാണ്. ഇനി നമുക്ക് ആ സംവിധാനത്തിന്റെ ഘടന പരിശോധിക്കാം. ലോഹ ബ്ലേഡുകളെ അലോയ് കൊണ്ട് കവർ ചെയ്യുന്നത് വഴി അവയുടെ മൂർച്ച കൂട്ടുന്നത് മനുഷ്യരും ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഇത് മനുഷ്യർ ഒരുപാട് കാലത്തെ പഠനം നടത്തി ലാബറട്ടറികളിൽ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് വികസിപ്പിച്ചതാണ്. എന്നാൽ ഉറുമ്പുകൾക്ക് സിങ്ക് എന്ന വസ്തുവിനെ കുറിച്ച് അറിയുക പോലും ഉണ്ടാവില്ല.
അവരുടെ ബ്ലേഡുകൾ സിങ്ക് കോട്ടിംഗ് ചെയ്തതാണെന്നും അറിയുകയുണ്ടാവില്ല. ഉറുമ്പുകളിലെ മുറിക്കൽ സംവിധാനത്തിലെ കോശങ്ങൾ താനെ ബ്ലേഡുകളെ സിങ്ക് കോട്ടിംഗ് ചെയ്യുന്നു. ഈ ചെറുജീവികളുടെ ശരീരത്തിലും അതിബുദ്ധിപരമായ ഘടനയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതേ കാര്യം തന്നെയാണ് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ഇലകളെ മൃദുവാക്കുന്നതിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഉയർന്ന ആവേഗം വസ്തുക്കളെ മൃദുവാക്കുന്നു എന്ന കാര്യം ഉറുമ്പുകൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല. മാത്രവുമല്ല, ഇത്രയും സങ്കീർണമായ ഒരു സംവിധാനം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കുറ്റമറ്റ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് ഒരൊറ്റ വിശദീകരണം മാത്രമേ ഉള്ളൂ. ഈ സംവിധാനം വളരെ ബോധപൂർവം സൃഷ്ടിച്ചതാണ്. ഉറുമ്പുകളും അവയിലെ സങ്കീർണമായ സംവിധാനങ്ങളും എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇലമുറിക്കുന്ന ഉറുമ്പുകളുടെ കൂടുകൾ 5 മീറ്ററോളം ഭൂമിക്കടിയിലേക്കും ആഴത്തിലും 7 മീറ്റർ വ്യാസത്തിലുമാണ് നിർമ്മിക്കുന്നത്. 100 കണക്കിന് തുരങ്കങ്ങളും അറകളും ഈ കൂടിനകത്ത് ഉണ്ടാക്കുന്നു. ഇതിനുവേണ്ടി 40 ടണ്ണോളം മണ്ണ് ഇവർ കുഴിച്ചു പുറന്തള്ളുന്നു. കൂടിന്റെ ഘടന മറ്റൊരു വിസ്മയം തന്നെ. ഈ ഉറുമ്പുകൾ അവർ മുറിച്ചുകൊണ്ടുവന്ന ഇലകൾ ഒരിക്കലും ഭക്ഷിക്കാറില്ല. പകരം ഒരു പ്രത്യേകതരം ഫംഗസ് ആണ് അവർ കഴിക്കുന്നത്. പിന്നെന്തിനാണ് അവർ ആ ഇലകൾ ചുമന്നുകൊണ്ടുവന്നിരിക്കുന്നത്? ഉത്തരം വളരെ രസകരം തന്നെ. ഈ ഇലകളാണ് അവർ കൃഷിക്കുള്ള അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത്. ഈ ഇലകൾ ഉപയോഗിച്ചാണ് അവർക്ക് ഭക്ഷിക്കാനുള്ള ഫംഗസിനെ അവർ വളർത്തുന്നത്. ഇതിനുവേണ്ടി 100 കണക്കിന് ഫംഗസ് ഫാമുകൾ അവർ കൂടിനുള്ളിൽ ക്രമീകരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് അത്തരമൊരു ഫാമാണ്. ഫാമിലെ താപനില, ഈർപ്പം, ഫാമിന്റെ വലിപ്പം എല്ലാം നിയന്ത്രിക്കുന്നത് ഉറുമ്പുകൾ സ്വയമാണ്. വർഷം മുഴുവൻ മരങ്ങൾ വളർത്താൻ നമ്മൾ ഹരിതഗൃഹങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ഇലമുറിക്കുന്ന തൊഴിലാളി ഉറുമ്പുകൾ അവ ഫാമിലെ ഉറുമ്പുകൾക്ക് കൈമാറുന്നു. അത് സ്വീകരിക്കുന്ന ഉറുമ്പുകൾ ആ ഇലകളെ അണുബാധയിൽ നിന്ന് മുക്തമാക്കുന്നു. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. മറ്റു ഫംഗസുകളോ ബാക്ടീരിയകളോ കൂട്ടിലെത്തിപ്പെട്ടാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും. 5 ലക്ഷത്തോളം ഉറുമ്പുകൾ വരുന്ന കോളനിയിൽ പകർച്ചവ്യാധികളും പിടിപെടാം. എന്നാൽ അള്ളാഹു തന്നെ അവയെ അത്തരം അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഉറുമ്പുകളുടെ ശരീരത്തിൽ ആന്റിസെപ്റ്റിക് സ്വഭാവമുള്ള ഒരുതരം പദാർത്ഥം കരുതി വച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്ന ഈ ഉറുമ്പ് ഒരു ഇലയെ അതിന്റെ വായ കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരൊറ്റ ബാക്ടീരിയയും ഇലയിൽ അവശേഷിക്കുന്നില്ല. നമ്മെപ്പോലെ ഉറുമ്പുകളും ബാക്ടീരിയയെ തുരത്തുന്നു. ലാബറട്ടറികളിൽ ആന്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്നു.